അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ടൂറെല്ലാം കഴിഞ്ഞ് അതാ ഐഷുമ്മയും ഷമ്മാസും നവാസും വീട്ടിലെത്തി. അല്ലാ റബ്ബേ, പെട്ടെന്ന് ഉമ്മ വിളിച്ചു, മോനെ നവാസേ. ആ ഉമ്മ. ഉമ്മാൻ്റെ കുട്ടി നാളെ തന്നെയാണ് പോയിക്കോളിട്ടോ. ഉമ്മ എങ്ങോട്ട്? അതെ, ഒരു നിമിഷം നവാസ് വിചാരിച്ചു സൗദിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. എന്നാൽ പറഞ്ഞു, കുട്ടികളെ കൊണ്ടുവരാനേ അറ്റങ്ങൾ കണ്ടില്ലേ. ഓല പുള്ളി ഇങ്ങോട്ട് കേട്ടിട്ട് റബ്ബേ എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. പോയി കൊടുന്നാളി മാൻ്റെ കുട്ടി കേട്ടാ. നവാസ് ഒരു നിമിഷം പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. അല്ലാ, എന്തൊക്കെ തന്നെയാലും അതാ സുബഹിന് ഷമ്മാസ് പള്ളിയിൽ പോയി. കൂടെ നവാസും. ഷമ്മാസിനെ കണ്ടപാടെ അവിടുത്തെ ഉസ്താദ് ചോദിച്ചു, അല്ല ഷമ്മാസ്, പിന്നെ ഉസ്താദ് വരാനായി ഇൻഷാ അല്ലാ ഒന്ന് എത്തും കേട്ടോ. ഇന്ന് ഉസ്താദിന് ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇന്ന് മഗ്‌രിബിന് ശേഷമാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ അവർ. ആയിക്കോട്ടെ, എനിക്ക് തിരക്കുണ്ടായിട്ടൊന്നല്ല, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അല്ല ഉസ്താദ്, നിങ്ങൾക്ക് എന്തെങ്കിലും? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ 5 നേരം ബാങ്ക് കൊടുക്കണതും ഇതൊക്കെ തന്നെ അല്ലേ. അല്ല അപ്പോൾ കാര്യമായിട്ടൊന്നും എന്തായാലും ഇമാമത്ത് നിൽക്കലും അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യമല്ലേ. അതൊക്കെ ചാൻസ് കിട്ടാൻ കാത്തിക്കാണ് ഞാൻ. അല്ലേ ഉസ്താദ് വന്നാൽ പിന്നെ അതിനനുസരിച്ച് ഇൻഷാ അല്ലാ എന്തായാലും ഇന്ന് എത്തുന്ന പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇനിയിപ്പോൾ ക്യാൻസൽ ആക്കേണ്ട എല്ലാം ഒന്ന് വിചാരിക്കണം. കാരണം ഇന്ന് ക്ലാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്. ഉസ്താദിനൊരു ക്ലാസ് നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് കൊടുത്താലേ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ആയിക്കോട്ടെ എന്നാൽ ശരി. എന്നാൽ അതാ അന്ന് പള്ളിയിൽ നിന്ന് ഷമ്മാസ് വേഗം തിരിച്ചു പോന്നു. എന്താ ഇത്ര ധൃതിയിൽ എല്ലാവരും ചോദിക്കുന്നു. അല്ല, ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് എത്താനേ. അതെ, ഷമ്മാസ് അവിടെ എത്തുമ്പോഴേക്കും ഉമ്മ ചായക്കടി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഉമ്മ, മോനെ ഉമ്മാൻ്റെ കുട്ടി വന്നടാ. ഉമ്മ നീച്ചിട്ട് നിസ്കാരപ്പായിൽ അങ്ങനെ ഇരുന്ന് കാണ്ടേ അങ്ങനെ ദിക്കറും സലാത്തൊക്കെ ചെല്ലിക്കാണ്ടേ. എനിക്ക് ഇഷാമരുവിൻ്റെ അടി വല്ലാതെ ഒന്ന് കഴിയൂല, ഉറക്കം കണ്ട് തലയേക്ക് കണ്ട് വരും. അപ്പോൾ ഓതാനുള്ളതും ചെല്ലാനുള്ളതും പറയാനുള്ളതൊക്കെ സുബീൻ്റെ ശേഷം എനിക്ക് വല്ലാത്ത ഉഷാറാണ്. സുബീൻ്റെ ശേഷം നിസ്കാരപ്പായിൽ ഇരുന്ന് കാണ്ട് ഇങ്ങനെ ചെല്ലി പറയുമ്പോഴേ അത് വല്ലാത്തൊരു റാത്താണ്. എന്നാൽ പിന്നെ ഉറക്കും വരൂല, ക്ഷീണവും ഇല്ല. പിന്നെ ഒക്കെപ്പാടൊന്ന് കഴിഞ്ഞത് നീച്ചുമ്പോഴത്തേന് ഉമ്മണി നേരമാവും. ഏതായാലും എൻ്റെ കുട്ടി വന്നല്ലേ. ഉമ്മ കടിയൊക്കെ ഉണ്ടാക്കിത്തരാം. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, ഇന്ന് ഞാൻ ഉണ്ടായിക്കോളാം. എന്തുണ്ടാക്കേണ്ടത്? എൻ്റെ പൊന്നാരെ കുട്ടി, ഉമ്മാൻ്റെ കുട്ടിക്ക് അതൊക്കെ അറിയാം. എന്തോ ഉമ്മ ശരിയായി തിന്നാൽ മതി, പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ എനിക്കും നവാസിനും അല്ല, നമുക്ക് പണ്ടത്തെ വല്യമ്മ ചുട്ടന്മാർ 2 ഇലി പരത്തി പത്തിരിട. എന്തേ ഇലി പരത്തി? ഉമ്മ എനിക്ക് ഓർമ്മ ഉണ്ട്, നല്ല രസമാണല്ലോ ഉമ്മ. അതിന് എങ്ങനെ ഇപ്പോൾ എന്തില ഉമ്മ വേണ്ട? പൊടിയണ്ണിൻ്റെ ഇല അതോ വാഴൻ്റെ ഇല? വാഴൻ്റെ ഇല എടുത്താലും മണ്ടിയില്ല, പൊടിയണ്ണിൻ്റെ ഇല എടുത്ത് വാഴൻ്റെ ഇല എടുത്ത് ഉമ്മാൻ്റെ കുട്ടി 2 വാഴൻ്റെ ഇലയുമെന്ന് എടുത്തു കൊടുന്നാളാം. ഉമ്മ ഇനി എന്ത് വേണ്ടത്? മോനെ ഒരു തേങ്ങ പൊളിച്ചാളി ഉമ്മാൻ്റെ കുട്ടി. അപ്പോൾ തന്നെ ഷമ്മാസ് തേങ്ങയും പൊളിച്ചു അതാ ചിരവി കൊടുത്തു. ഇനി ഉമ്മ ചെയ്തോളാം അങ്ങോട്ടേക്ക്. അല്ല ഉമ്മ പറഞ്ഞു തന്നാൽ മതി, എനിക്കും ഉണ്ടാവില്ല ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹം. മറ്റേ പത്തിരി പിന്നെ എനിക്കറിയാം, അതിങ്ങനെ വാട്ടി നിന്ന് കുഴച്ച് റെഡിയാക്കി അതൊക്കെ. പക്ഷേ ഈ ഇലയെ പരത്തുന്ന പത്തിരി ഞാൻ അത്ര അതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോവോ. എൻ്റെ പൊന്നാര കുട്ടിങ്ങളുടെ നിന്നാണ് മാനുട്ടി. അല്ല നിങ്ങൾ പറയുന്നതോ ഉമ്മ, പ്ലീസ് എനിക്ക് പൂതിയായിട്ടും അവിടെ ഇരിക്കും കസാരയിൽ. മോനെ ചൂടുവെള്ളം തിളപ്പിച്ചേക്ക് ഇച്ചിരി ഉപ്പിട്ട് കാണ്ട് ഈ പൊടി ഇതാ കുറച്ച് നമുക്ക് 2-3 ആക്ക് പോരല്ലേ. ഒരു 2 പത്തിരി മതി. ഒരു 4-5 കയ്യിൽ പൊടി എടുത്ത് കാണ്ട് അതിക്കാ ചൂടുവെള്ളം ഒന്നും ഇങ്ങോട്ട് ഒഴിച്ച് കാണ്ട് തേങ്ങ ഇട്ട് കാണ്ട് കുഴക്കന്നെ കൈ കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അയക്കിട്ടാലും മതി, ഒന്നുകൊണ്ട് വാട്ടിയെടുത്താലും മതി. എങ്ങനെയായാലും മണ്ടിയില്ല. ഉമ്മ പഴയ രീതിയിൽ എങ്ങനെ ചെയ്യില്ലേ? പഴയ രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെ കണ്ടു ഇങ്ങനെ കുഴച്ച് കാണ്ട് ഒന്നിങ്ങോട്ട് ഇലയിൽ ഇങ്ങനെ പരത്തുക. ഇതാ മൺചട്ടി കണ്ടിടുക, അതന്നെ ഉള്ളൂ. ഉമ്മ സത്യം പറഞ്ഞാൽ നല്ല രസമാണല്ലോ ഈ ഒരു പത്തിരി. ഇതൊക്കെ കറി കൂടിയും വേണ്ടല്ലോ, ഇതിങ്ങനെ വെറുതെ കടിച്ചു കൂട്ടാൻ ഭയങ്കര രസമല്ലമ്മ. പൊന്നാര പഠിപ്പ പണ്ടൊക്കെ അങ്ങനെ. ഇപ്പം അതൊക്കെ ചൂടാൻ മടിയല്ല എല്ലാവർക്കും. കുറച്ച് തേങ്ങയും ചിരണ്ടിട്ട് കുറച്ച് അങ്ങനെ ഉണ്ട് കുഴച്ച് കണ്ടാൽ കുറച്ചൊന്നൊരു കട്ടിയിലേ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി. ഇപ്പം പിന്നെ പ്രസ്സും അല്ലേ, കൈകൊണ്ടൊന്നും ആരും പരത്തൂലല്ലോ. അത് നല്ല രസമാണ്. മൺചട്ടിയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങോട്ട് വായൻ്റെലോട് ഇങ്ങനെ ഇട്ടുകാണ് ചുട്ടെടുത്താലേ വല്ലാത്ത ജാതി ടേസ്റ്റാണത്. ഉമ്മ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തോളാം. ഷമ്മാസ് അത് ചെയ്തു കണ്ടിട്ട് ഉമ്മാക്ക് ചിരി വന്നിൻ്റെ പൊന്നാര കുട്ടി, ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ എടുക്കണ പണി. എന്താ ഉമ്മ
കുക്കിങ്ങിന് ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. എന്നാൽ നവാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നു. ആ എന്താ ഇപ്പം ഉമ്മയും മോനും കൂടെ ഒക്കെ നല്ല പരിപാടിയാണ്. എന്തത് സ്പെഷ്യല്? ഇത് ഒരു സ്പെഷ്യലാണ് ഇക്ക. ഇത് ഇലയിൽ വരുത്തിയ പത്തിരി എന്നൊക്കെ പറയില്ലേ, തേങ്ങയൊക്കെ ഇട്ടിട്ട് പഴയ കാലത്തൊക്കെ ചുരുണേ. ഓ അത് നല്ല രസാലമ്മ. ഏ എൻ്റെ പൊന്നാര ഉമ്മ ഇതിനൊക്കെ എന്തിനാ നിൽക്കണത്? കടി എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോലെ. എൻ്റെ പൊന്നാര കുട്ടി, അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ പുറത്തത്തെ ഫുഡല്ലേ. എന്നും അപ്പോൾ റിസോർട്ടിൽ നിന്നായപ്പോൾ അവിടുത്തെ ഫുഡും പിന്നെ പോകുമ്പോൾ ഹോട്ടലത്തതും പെരീത്തൊന്ന് ചുട്ട് തരാം, എൻ്റെ മക്കൾക്ക് ചുട്ട് തരാൻ വിചാരിച്ചു. അപ്പം എൻ്റെ ഷമ്മാസ് അയക്കണില്ല. ഓൻ തന്നെ അത് വാങ്ങിക്കാണ്ട് കുഴക്കലും പരത്തലും ചുടലൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഷമ്മാസ് ആ മൺചട്ടിയിൽ അത് തിരിച്ചും മറിച്ചിട്ടു. ചൂടോടുകൂടി ഉമ്മയുടെ മുമ്പിലേക്കുള്ള ആ വാഴയിലേക്ക് ഇട്ടു. ഉമ്മ നോക്കിക്കേ. ഉമ്മ അതിൽ നിന്നൊരു കഷ്ണം എടുത്തു ആ ചൂടോടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മാഷാ അല്ലാ, നല്ല രസമുണ്ട്. ആ പണ്ടത്തെ ചേ വന്നിക്കണ്. ഉമ്മ രസനവാസ് തിന്നോക്കി. ഓ എൻ്റെ അനിയൻ ചുട്ട പത്തിരി നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മാഷാ അല്ലാ, പണ്ടത്തെ അതേ ടേസ്റ്റ് കിട്ടോ. ഷാമോനെ നിനക്ക് ഇതൊക്കെ നല്ല കൈപ്പുണ്യാണല്ലോടാ. ഏട്ടൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഒന്ന് പോടാ നവാസേ, ആ ചെക്കൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ മോനെ. ഇനി അയക്ക് എന്താ വേണ്ടിയത്? കുറച്ച് എൻ്റെ പൊന്നാരുമ്മ ഇന്ന് പുതിക്കൊന്നും വേണ്ട. എന്നും നമ്മൾ നല്ല കൊഷിയോട് കൂടി നല്ല പാൽച്ചായയും നല്ല ഇറച്ചിക്കറിയും പത്തിരിയും ഇതൊക്കെ അല്ലേ. ഇന്ന് കട്ടൻ ചായയും കുട്ടിയും തിന്നു നോക്കുക, എങ്ങനെ ഉണ്ടാവും നോക്കാലോ. ഉമ്മ എല്ലാം നമ്മൾ അറിയണ്ടേ? എല്ലാം നമ്മൾ അറിയണ്ടേ? ഒക്കെ നമ്മൾക്ക് അറിയേണ്ടത് തന്നെ. ശരിയാണ് മക്കളെ, എല്ലാ രീതിയിലും നമ്മൾ പഠിച്ചണം. നമുക്ക് ഇന്നിപ്പോൾ പഠിച്ച റബ്ബ് സമ്പത്ത് തന്നേക്കണേ, നാളെ അത് എടുത്ത് മാറ്റൂല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം മക്കളെ. പഠിച്ച റബ്ബിന് നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലും, പഠിച്ചോനെ ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ലല്ലോ, നിൻ്റെ കഴിവ് നിൻ്റെ നിയമത്ത് കൊണ്ടാണല്ലോ റബ്ബേ നമ്മൾ ഓർക്കണം. എന്തൊരു സംഗതിയാണെങ്കിലും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല മക്കളെ. നമ്മൾ പെട്ടെന്ന് പണക്കാരാകും, അതെ ഒക്കെ പഠിച്ചവൻ്റെ കഴിവുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയതാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ഒരിക്കൽ പോലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല പൊന്നാര. അഹങ്കരിച്ച് പോയാൽ പിന്നെ കഴിഞ്ഞു. പഠിച്ചോ കാണുന്നുണ്ടല്ലോ എല്ലതും. ഒക്കെ നമ്മൾ ശീലമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ തിന്ന് നമ്മൾ പൈസക്കാര നല്ല ഭക്ഷണം മാത്രമേ തിന്നുള്ളൂ പറഞ്ഞിട്ട് അങ്ങനൊന്നും പാടില്ല പൊന്നാര മക്കളെ. എല്ലാം നമ്മൾ തിന്നണം. അതുതന്നെ പാവങ്ങളെ രീതിയിൽ. ഉമ്മ പെട്ടെന്ന് ഷമ്മാസ്, ഉമ്മ എനിക്ക് കഞ്ഞിയും കൂട്ടാനും കുടിക്കാൻ പൂതിയുക. അത് കേട്ട് ഉമ്മ ചിരിച്ചുകൊണ്ട്, എൻ്റെ പൊന്നാരൻ്റെ ഷാമോൻ എൻ്റെ ഒരു പൂതി. വല്ലാത്തൊരു ചെക്കൻ തന്നെ. അല്ലമ്മ, നമ്മളെ തോട്ടത്തിൽ ഇഷ്ടം പോലെ ചേമ്പും താളും പൂളയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കൂട്ടാണ്ടാക്കിയാലോ. ഉമ്മ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലേ. എൻ്റെ പൊന്നാര കുട്ടി, അതൊക്കെ ഞമ്മാൻ്റെ കുട്ടി. എന്തുമ്മ എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഷമ്മാസ് അതാ കൈക്കോട്ടെടുത്ത് ഇറങ്ങി. ഉമ്മ അത് കണ്ട് ചിരിച്ചിൻ്റെ പൊന്നാര കുട്ടിയെ തോട്ടത്തിലൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊന്ന് കാട് വെട്ടിച്ചെന്നല്ലാതെ ഇപ്പോൾ വല്ലാതൊന്നും ഞാൻ ഇറങ്ങില്ലല്ലോ. ഉമ്മ വരെ അവിടേക്ക്. എൻ്റെ ഉമ്മ നിങ്ങൾ വീഴൊന്നും ചെയ്യില്ലിട്ടോ. അവർ ചായ എല്ലാം കുടിച്ച് നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി. അതെ, ഷമ്മാസ് ഒരു തോർത്തെടുത്ത് തലയിൽ കെട്ടി കൈക്കോട്ടും തോളിലിട്ടപ്പോൾ ഉമ്മ ചിരിച്ചിൻ്റെ പൊന്നാര കുട്ടിയെ ശരിക്കൊരു കൃഷിക്കാരനയക്കണേ. അതെ ഉമ്മ, നമ്മൾ മണ്ണിലൊന്നും പണിയെടുക്കൂല, പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ചേമ്പും അതും ഇതൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും കൊടുക്കും അങ്ങനെയൊക്കെ തന്നെ. അല്ല നമ്മളങ്ങനെ പൊന്നാര കുട്ടി അവിടെ ഇഷ്ടം പോലെ നല്ല ചക്കര ചേമ്പ് പറഞ്ഞാൽ വലിയ ചേമ്പുണ്ടല്ലോ, വലിയ ചേമ്പുണ്ട്, ചെറുതുണ്ട്. അതേപോലെ അപ്പുറത്ത് ചേനുണ്ട്. അതൊക്കെ ഇപ്പോൾ ആരാ കളിച്ചെടുക്കൽ? ഉമ്മ അന്ന് നമുക്ക് ചേമ്പും താളും പൂളൊക്കെ ഒരു കൂട്ടാൻ വെച്ചാലോ, പണ്ടുമ്മ വെച്ചെന്നേ പോലെ. ആയിക്കോട്ടെ കുട്ടിയേ. ഉമ്മ പറഞ്ഞത് ഷമ്മാസ് ഉമ്മ പറഞ്ഞതിനനുസരിച്ച് കുട്ടി അത് ആ മൂലക്ക് താണ്ട് കളിച്ചാളാ. നല്ല 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 താളും ഉണ്ടാകുമ്പോൾ നല്ലോണം വിത്തും ഉണ്ടാവും. ഒന്ന് കളിച്ചു നോക്കമ്മാനുട്ടി. അങ്ങനെ അത് ഷമ്മാസ് 1-2 ചേമ്പ് കളിച്ചെടുത്തു. ഉമ്മ മതിയില്ലേ? ആ മോനെ എമ്പാടും ഉണ്ടല്ലോടാ കായൊക്കെ ഇമ്മലേ അല്ലേ, കേങ്ങൊക്കെ ഉണ്ടല്ലോ. നീ 2 പൂളക്കൊമ്പ് പറിച്ചാളി, 4 താളുകൊണ്ട് എടുത്ത് പോന്നാളി. അല്ലാ, അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ നല്ല രസം. നിങ്ങളെപ്പോൾ ഉള്ള കാലത്ത് ഇവിടെ തൊടു അറച്ച് കൃഷി ചെയ്യുന്നു, എമ്പാടുണ്ടേനു. ഇപ്പം നല്ലോ ഇറങ്ങും തോട്ടത്തേക്ക്. പൂള ഈ തല മുതൽ ആ തല വരെ, കൂർക്കലാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അവിടെ വരെ, കുമ്പളങ്ങാണെങ്കിൽ അത്, ചിരങ്ങ, കയ്പങ്ങ, പടവലങ്ങ, ഈ കണ്ടതൊക്കെ ഇപ്പം ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കും. ഇപ്പം പിന്നെ ആരും തോട്ടത്തേക്കും പോലില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാട് വെട്ടെങ്കിലായി. എൻ്റെ റബ്ബേ, പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും
നിങ്ങളപ്പാൻ്റെ കബറുടെ സ്വർഗ്ഗപ്പൂത്തോമ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോർന്നോളി മക്കളെ, നിങ്ങൾ അങ്ങനെ നോക്കിക്കണ് അത്. ഉമ്മ ഇതുപോരെ ഷമ്മാസ് ചേമ്പും താളും പൂളിയൊക്കെ മതി പോനെ അങ്ങോട്ട് പോന്നാളി. കുട്ടീൻ്റെ ഒരു പൂതി ഇപ്പം ഇന്ന് 10 ആണല്ലോ എന്താ കഞ്ഞും കൂട്ടാനാണല്ലോ പൂതി. ആയിക്കോട്ടെ ഉമ്മ ഇന്ന് ചോറൊന്നും വെക്കണ്ടെന്ന് വെറും കഞ്ഞും കൂട്ടാനാക്കിയാലോ? എൻ്റെ പൊന്നാര മോനെ ആ കുട്ടികളിന്ന് വരും. അല്ലമ്മ അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ നവാസ്ക്ക് പോവല്ലേ? അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ചോറ് നവാസ്ക്കൊക്കെ അവിടെ ആയിരിക്കും അല്ലേ? എൻ്റെ ഷാമോനെ വല്ലാതെ എന്നെ കളിയാക്കല്ലേ കേട്ടോ. ഉമ്മ തരും, ഞാൻ ഒക്കെ കട്ട് ചെയ്ത് തരാം. പൂളൊക്കെ തൊലിച്ച് ഞാൻ ചേമ്പൊക്കെ മുറിച്ച് നന്നായിട്ട് റെഡിയാക്കി തരാം. എന്തേ ഈ കുട്ടീൻ്റെ ഒരു പൂതി. ഉമ്മ കുക്കറിൽ വെക്കണ്ട കേട്ടോ, അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ, ഞാൻ തീയൊക്കെ കത്തിച്ച് തരാം. എന്താ? ആയിക്കോട്ടെ കുട്ടിയെ. പഠിച്ചോനെ എൻ്റെ കുട്ടീൻ്റെ ഒക്കെ ഒരു വല്ലാത്തൊരു പൂതി തന്നെ. ഇതൊന്നും ഇപ്പോഴത്തെ ചെറുക്കന്മാർക്കൊന്നും ഇങ്ങനത്തെ പൂതി ഉണ്ടാവില്ല. എല്ലാവർക്കും അൽഫാമും മന്തിയും ഷവായും അതൊക്കെ കാരം. ഇതിപ്പോൾ എൻ്റെ കുട്ടി നാടൻ മട്ടത്തിലാണ് ഇപ്പോഴും. അങ്ങനെ അതാ ഷമ്മാസ് അതെല്ലാം ഉമ്മക്ക് റെഡിയാക്കി കൊടുത്തു. എന്നാൽ ഈ സമയം ഉമ്മ വിളിച്ചു നോക്കുന്നു, മോനെ നവാസേ, മോനെ. നവാസ് റൂമിൽ മാറ്റുകയായിരുന്നു. ഉമ്മ വിളിച്ചോ? ഉമ്മ എന്തുമ്മ? മോനെ എൻ്റെ കുട്ടി മാറ്റി ഇറങ്ങിയോ? വേഗം അല്ലേ നേരം വൈകിട്ട് ഞാൻ പറയണേ, ആ കുട്ടികൾ കാത്തൊക്കെ ഉണ്ടാവും. ഉമ്മാൻ്റെ കുട്ടി ചെന്നാളി വേഗം. നവാസ് മാറ്റിയൊരുങ്ങി വന്നു. ഒരു നിമിഷം അതാ ഷമ്മാസ് നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് കാണാത്തതുപോലെ നിന്നു. അത് നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നി. ഉമ്മ എന്നാൽ ഞാൻ പോയിട്ട് വരാം. മോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട, മക്കളെ ഓർത്തിട്ട് എൻ്റെ കുട്ടി ചെന്നാളേ കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. എൻ്റെ മക്കളല്ലേ, സാരല്ല, എന്തപ്പം ചെയ്യുക. എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിക്കണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കല്ലേ കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി ചെന്നാളി, പോയിക്കോളി. ഉമ്മ എന്നാൽ ശരി മോനെ, വാങ്ങാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോണ്ടി. ഒന്നുമില്ലെങ്കിൽ ആ വയസ്സായ ഉമ്മയും ഉപ്പയും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ അതെ, ഫസീലയുടെ കാര്യം ഉമ്മ പറഞ്ഞില്ല, അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. എന്നാൽ ഈ സമയത്ത് അതാ നവാസ് കാർ എടുക്കുന്നു. ഉമ്മ എന്നാ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഉമ്മ നവാസിന് വേണ്ടി ദുആ ചെയ്തു. നവാസ് അതാ കാർ ഓടിച്ചു കൊണ്ട് പോയി. അല്ലാ എൻ്റെ കുട്ടീൻ്റെ ജീവിതം റബ്ബെ ഒന്നേതായാലും അങ്ങനെയായി. ഇഞ്ഞത്തെ റബ്ബെ എങ്ങനെ പഠിച്ച റബ്ബിനറിയാം. ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് നല്ല രീതിയിൽ റാഹത്തോടു കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എന്നാൽ നവാസ് നേരെ അതാ ഫസീലയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. അപ്പോൾ വീണ്ടും അതാ ഒരു ഫോൺ കോൾ. അല്ലാ, ആ നമ്പറിൽ തന്നെ. ഹലോ ഉപ്പച്ചി. മോളെ. ഉപ്പച്ചി എപ്പോഴും വരിക? മോന് കരയുന്നുണ്ട്, ഉപ്പച്ചിനെ കാണാൻ കൊതിയാവുന്നുണ്ട്. ഉപ്പച്ചി വരും ഉപ്പച്ചി. അതെ, ഉപ്പച്ചിയെ പൊന്നുമോള് വിളിക്കുന്നു. മോനും ഫോൺ ചെയ്ത് അതാ എന്തോ പറയുന്നു മനസ്സിലാകാത്ത ഭാഷയിൽ. ഒരു നിമിഷം നവാസ് വിചാരിച്ചു, റബ്ബേ എന്താ റഹ്മാനെ, എല്ലാം നിൻ്റെ കയ്യിലേ ഏൽപ്പിക്കണല്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ല, എൻ്റെ കാര്യമൊക്കെ നീ ഏറ്റെടുക്ക് റഹ്മാനെ. ഇപ്പം ഈ രീതിയിലൊക്കെ ആക്കി തീർത്തത് നീയാണല്ലോ. അതെ, അവളങ്ങനെ പോയി സൗദയെ വിവാഹം കഴിച്ചു. സൗദക്ക് കുറച്ച് പണം കൂടിയപ്പോൾ അഹങ്കാരം കൂടി. അതെ, ഫസീലയുടെ അഹങ്കാരമൊക്കെ കുറഞ്ഞ് അവൾ ഭയങ്കര സൈലൻ്റായി മാറി. മക്കള് കാണണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. റബ്ബേ, വീണ്ടും ഞാൻ ഒരിക്കൽ പോലും ഇനി ഫസീലയുടെ വീട്ടിലേക്ക് കടക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. പക്ഷേ റഹ്മാനെ, വിധി അങ്ങനെയൊക്കെയാണല്ലോ. അല്ലാ എന്തായാലും ഹൈറായത് നീ വിധിക്കല്ലാ. ഉമ്മ പറഞ്ഞ കാര്യം അപ്പോഴാണ് നവാസ് ഓർത്തത്. ഷമ്മാസിന് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണൊരു മനുഷ്യനാണ്. അതിനിപ്പോൾ പെണ്ണുങ്ങളോടൊക്കാണെങ്കിലും വേണ്ടിയില്ല, കുട്ടികളുടെ അടുത്തേക്കാണെങ്കിലും വേണ്ടില്ല, വല്യമ്മാൻ്റെ അടുത്തേക്കാണെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഓനൊരു തിരിച്ചറിവുണ്ട്. ഓനൊച്ച ചെറുപ്രായമാണ്, അധികം പ്രായമായിട്ടില്ല, എന്നാലോ ഓനൊരു തിരിച്ചറിവുണ്ട്. അറിവും തിരിച്ചറിവും ഉണ്ടല്ലോ, അതാണല്ലോ വേണ്ടിയത്.
ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം, അവിടെ പ്രായമുള്ളവരോടുണ്ട് എങ്ങനെ പെരുമാറണം. പക്ഷെ നവാസ് എന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് മുണ്ടാനും പറയാനും മറ്റോൻ്റെ മാരും ഉഷാറല്ല. ഷമ്മാസ് പറഞ്ഞാൽ ഓൻ്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. ഉമ്മ അങ്ങനെ വിചാരിക്കണം, പഠിച്ചോനെ ആ പെരേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലും മതിയേനു, ആ വയസ്സായ ഓലൊക്കെ അവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതിയേനു. മോനെ ഷാമോൻ ഉമ്മാക്ക് അപ്പോഴേക്കും കൂട്ടാനുള്ളതെല്ലാം മുറിച്ചു കൊടുത്ത് അത് അടുപ്പത്ത് വെച്ച് വേക്കുകയായിരുന്നു. എന്തുമ്മ? അല്ല എൻ്റെ മോനെ, എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. എനിക്ക് നവാസിൻ്റെ കാര്യത്തിൽ എന്താ കുട്ടിയെ ഞാൻ ചെയ്യുക? ഉമ്മാൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന്. എൻ്റെ പൊന്നാരമ്മ, അതെ, വാശി പിടിച്ച് നിൽക്കേണ്ടവരവിടെ നിൽക്കട്ടെ. പിന്നെ ഫസീലത്തിയുടെ കാര്യത്തിൽ ഫസീലത്താൻ ചെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ അഹങ്കാരമൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അവരെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കുക വെച്ചാൽ നമുക്ക് ഒരു വീടിൻ്റെ കാര്യമൊക്കെ ഇൻഷാല്ലാ സെറ്റാക്കി കൊടുക്കാം. അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ എന്താ ഉമ്മ ചെയ്യുക? ചെറിയ മക്കളാണ്, മക്കൾക്ക് ഉമ്മയും ഉപ്പയും ഉള്ള ജീവിതം എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു തന്നെയാണ്. ഇല്ലാത്തത് ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പോൾ മക്കളുടെ കാര്യത്തിൽ കണ്ടില്ലേ, ഇപ്പോൾ സൗദത്തേക്ക് വല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അതങ്ങനെ തന്നെ ഉമ്മഞ്ഞ് വേറെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊക്കെ മറക്കും. ശരിക്കും പറഞ്ഞാൽ ആ മക്കളുമ്മ അനാഥമാണ് രീതിയിലായിരിക്കും. നവാസ് കാക്ക എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. മക്കൾ അവരുടെ ഉമ്മയുടെ കൂടെ ജീവിക്കട്ടെ, അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനുള്ള, ഇനിയിപ്പോൾ ഒരുമിച്ച് താമസിക്കണ്ട, ആരെയും ഒഴിവാക്കണം ഞാൻ പറയണില്ല. സൗദത്തെ ആണെങ്കിലും ആരെയും ഒഴിവാക്കണ്ട, ഉണ്ടായിക്കോട്ടെ, അവരുടെ മക്കളുടെ ഉമ്മയായിട്ട് അവർ ജീവിച്ചോട്ടെ. കാരണം ഒരുമിച്ച് മക്കൾ ഇനിയിപ്പോൾ സൗദത്താൻ്റെ കൂടെ നിർത്താതെ നിൽക്കായിരിക്കും നല്ലത്. കാരണം അവർക്ക് ചെറിയൊരു വൈരാഗ്യം എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഇനി കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ എന്തായാലും ഈ മക്കളോട് ചെറുതായിട്ട് ഒരിതൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ല. അതേ മോനെ, ശരി തന്നെയാണ്. ബാപ്പട്ടികളാമ്മ കാട്ടിയ കടുപ്പങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ലോ അറിയണമെന്നല്ലേ. അത് ഓരോ അനുഭവ കഥകളുണ്ടല്ലോ. ഉമ്മാൻ്റെ കുട്ടി ഏതായാലും ദുആ ചെയ്യട്ടോ. ഒന്നൊരു കുഴപ്പമൊന്നുമില്ല, നല്ല മട്ടത്തിൽ റാഹത്തിലാകാൻ ആയിക്കോട്ടെ ഉമ്മ, ഇൻഷാ അല്ലാ, തീർച്ചയായും. എന്നാൽ ഈ സമയം അതാ നവാസ് ഫസീലയുടെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി. സാധനങ്ങളെല്ലാം അല്പം അധികം വാങ്ങി, ഉമ്മാക്കുള്ളതും ഉപ്പാക്കും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസൊക്കെ ആയിട്ട് വാങ്ങി നേരെ അതാ ഫസീലയുടെ വീടിൻ്റെ ആ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നവാസിൻ്റെ ഉള്ളൊന്ന് കാളി. റബ്ബേ, എന്നെ ഇട്ടറിഞ്ഞ് പോയ പെണ്ണാണ്, അത് എന്നെ വേണ്ടെന്ന് വെച്ച്, മക്കളെ വേണ്ടെന്ന് വെച്ച്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ ആലോചിക്കുമ്പോഴേ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ അതൊരു പ്രശ്നമാണ്. എന്തപ്പോൾ ഞാൻ ചെയ്യുക? എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണെങ്കിൽ എനിക്ക്. എന്നാൽ ഈ സമയം അതാ മക്കൾ കാത്തിരിക്കുകയാണ് ഉപ്പച്ചിയെ. ഉമ്മച്ചി ഉപ്പ വരൂട്ടോ, ഉപ്പച്ചി ഇപ്പം വരൂട്ടോ. അതെ, അവർ കാത്തിരിക്കുകയാണ്. നവാസിൻ്റെ കാറ് അതാ നേരെ അവരുടെ വീടിന് നേരെ ചെല്ലുന്നു. ഉപ്പച്ചിൻ്റെ കാറ് വന്നു. മോള് ഓടി എത്തി. അതെ, മോനും ഉപ്പച്ചിൻ്റെ കാറെത്തി. സന്തോഷത്തോടു കൂടി അവർ മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്നു. മക്കളെ, അങ്ങനെ പോവല്ലേ, വണ്ടി കണ്ട് തിരിച്ചോട്ടെ. ഉമ്മമ്മയുടെ വർത്താനം. ഒരു നിമിഷം ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു. അതെ, ഓൻ തന്നെയല്ലേ, ഇനി ഒരിക്കലും നമ്മൾ കാണുമെന്ന് വിചാരിച്ചതല്ല അല്ലേ. നമ്മളെ മരുമകനെ നല്ല മോനായിരുന്നു, എന്തപ്പോൾ ചെയ്യുക? ഉപ്പാക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ വയ്യ. എന്നാൽ ഉമ്മ, മോനെ, അത് കാറ് നിർത്തി നവാസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ, മോനെ കയറിക്കോളി, കണ്ണീരോടെ അവർ വിളിച്ചു. ഉമ്മ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, ഉമ്മാൻ്റെ കുട്ടി പൊറുക്കണം, അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടിപ്പോൾ. ഉമ്മക്കറിയല്ലേ, സാരല്ല. എവിടെ? മക്കൾ ഓടി വന്ന് അതാ നവാസിൻ്റെ അരികിലെത്തി. അതെ, കുഞ്ഞുമോനെ വാരിയെടുത്തു, ഒരുപാട് ചുംബിച്ചു. ഉപ്പച്ചിഞ്ഞ് പോവരുത് എന്ന് പറഞ്ഞു. എന്നാൽ മോളും ഉപ്പച്ചിയോട്, ഉപ്പച്ചി ഇനി പോവരുത് കേട്ടോ, ഞങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും. ഇല്ല മക്കളെ, മക്കൾ 2 ദിവസം ഉമ്മാൻ്റെ അടുത്ത് നിന്നോട്ട് വെച്ചിട്ട് വന്നതല്ലേ. എന്നാൽ നവാസിൻ്റെ ശബ്ദം അതാ ഫസീല കേൾക്കുന്നു. റബ്ബേ, അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പരുങ്ങിപ്പോയി. എങ്കിലും അവൾ അപ്പോഴേക്കും അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും ഉമ്മ വന്നു. മോള് ചായ ഉണ്ടാക്കിയോ? ആ ഉമ്മ, ഇതാ.
ഒരു നിമിഷം അവൾ വിചാരിച്ചു, എൻ്റെ ഭർത്താവ് ആയിരുന്നെങ്കിൽ, അല്ല, എന്നെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും ചായയുമായി എൻ്റെ ഇക്കയുടെ അരികിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത് പറ്റില്ലല്ലോ. അതെ, ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു. അവൾ നവാസ്ക വരുമെന്നറിഞ്ഞപ്പോൾ അവൾ കുറച്ച് പഴംപൊരിയും ഉണ്ണിയപ്പവും ഉണ്ടാക്കി വെച്ചിരുന്നു. അതായിരുന്നു നവാസിന് ഇഷ്ടം. ഉണ്ണിയപ്പൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതെ, ആദ്യ കാലത്തൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് അഹങ്കാരം കൂടി അതിനൊന്നും നേരമില്ലാതായി. ഉണ്ണിയപ്പം അതെ നല്ല തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരിയിട്ട് നല്ല രീതിയിലാക്കിയിട്ടായിരുന്നു. അതൊക്കെ ഇക്കാക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കി കൊടുത്തു. നവാസ് അത് മോനെ ചായ കുടിക്കാൻ അങ്ങോട്ട് പോരി. ടേബിളിലേക്ക് ഉമ്മ ഉണ്ണിയപ്പവും പഴംപൊരിയും ചായയും കൊണ്ടുവച്ചു. ആ ഉമ്മ നേരെ അതാ ടേബിളിൽ ചെന്നിരുന്നു. മക്കൾ നല്ല ചിരിയും കളിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഉമ്മയും ഉപ്പയും ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു. അവർക്ക് ആ സന്തോഷമാണ്. ഒരു നിമിഷം ആ ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ എൻ്റെ കുട്ടികളെ സന്തോഷം എപ്പോഴാണല്ലോ ഇത്ര നല്ലോ മട്ടത്തിൽ കളിക്കണത്. മറ്റേത് ആ കുട്ടികൾ ഒരു മൂകതയായിരുന്നു എൻ്റെ കുട്ടികൾക്ക്. ഉമ്മാനും ഉപ്പാനും കിട്ടിയപ്പോഴേ കളിക്കുകയാണ്. പഠിച്ച റബ്ബേ. എന്നാൽ നവാസിൻ്റെ മുമ്പിലേക്ക് അതാ ആ ഉണ്ണിയപ്പവും ചായയൊക്കെ കൊണ്ടുവച്ചപ്പോൾ നവാസ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അത് കഴിച്ചു. അതെ, അത് കഴിച്ചപ്പോൾ അവനക്ക് എന്തൊക്കെയോ ഒരു പഴയ രുചി ഓർമ്മ വന്നു. അതെ, ഇതൊരു പക്ഷേ അവളുണ്ടാക്കിയതായിരിക്കും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. അത് നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ തിന്നൂടി, തിന്നോളി, അത് മോള് ചുട്ടതാണ്. ഉണ്ണിയപ്പം ഇഷ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ നവാസിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അതെ, അവൻ കഴിച്ചു. മോനെ തിന്നോളി, കുറേ ചുട്ടു വെച്ചിട്ടുണ്ട്, തിന്നോളി. ഇതാ, പിന്നെ ഉമ്മാക്ക് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോയിക്കോളിട്ടോ. അത് മതി, ഞാൻ കഴിച്ചു. നവാസിന് സങ്കടമാണ് വരുന്നത്. അവൻ വല്ലാതെ അങ്ങ് വിതുമ്പിപ്പോയി. മോനെ ചായ കുടിക്ക്. അതെ, ഇളം മധുരമുള്ള അത്യാവശ്യം പൊടിയുള്ള ചായയാണ് നവാസിനിഷ്ടം. അതിനനുസരിച്ച് തന്നെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളെ എന്നാ പോവല്ലേ? ഉപ്പച്ചി, ഉപ്പച്ചി പോവും. നമ്മൾ മാത്രമാണോ പോകുന്നത്? മോളുടെ ആ ഒരു കരച്ചിൽ കേട്ട് അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഉപ്പച്ചി, ഉപ്പച്ചി, നമുക്ക് ഉമ്മച്ചിയെ കൊണ്ടുപോവാ. ഉമ്മച്ചി പാവല്ലേ. മക്കള് വരി, കയറിക്കൂടി. മക്കൾ വണ്ടി കയറി. ഉപ്പച്ചി, ഉമ്മച്ചി വേണം. നമുക്ക് പിന്നെ കൊണ്ടുപോകട്ടോ, ഇപ്പം ഉമ്മച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കയറി മക്കൾ കയറി. എന്നാൽ നവാസ് പോകാൻ പറഞ്ഞപ്പോൾ പൊന്നു മോന് വേഗം വണ്ടിയിൽ കയറി കൂടിയിട്ടുണ്ട്. എന്നാൽ മോൾക്ക് വല്ലാത്തൊരു സങ്കടം. ഉമ്മച്ചി, ഞങ്ങൾ പോട്ടെ ഉമ്മച്ചി. അവൾ ആ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഫസീൽ അവളെ തുരുതുരു ഉമ്മ വെച്ചു. ഉമ്മാൻ്റെ പൊന്നു മോളെ, പോയിക്കോളി. ഉമ്മമാനൊക്കെ നല്ല നോക്കണം കേട്ടോ. സാരല്ല, ഉമ്മമാനൊക്കെ നല്ല നോക്കിയിട്ട് ദുആ ചെയ്യണട്ടോ ഉമ്മാക്ക് വേണ്ടിയിട്ട്. പഠിച്ചവനോട് ദുആ ചെയ്യണം കേട്ടോ. ഉമ്മച്ചിക്ക് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു കൈകൾ കൊണ്ട് ദുആ ചെയ്യണം കേട്ടോ. ഉമ്മച്ചി അങ്ങനെ പറയല്ലേ. ഉമ്മച്ചി ഞങ്ങളെ വിട്ട് പോവരുത്, ഇപ്പം തന്നെ പോവരുത് ഉമ്മച്ചി. മോളെ, ഉമ്മച്ചി നല്ല കുട്ടികളായിട്ട് ഉമ്മാൻ്റെ കുട്ടികൾ ജീവിക്കണം കേട്ടോ. ഒരാളെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ല കുട്ടികളാണ് കേട്ടോ. അനുസരണമുള്ള അതമുള്ള കുട്ടികളാണ്. ഉമ്മച്ചിയെ പോലെ നിങ്ങളാവരുത് കേട്ടോ. ഉമ്മച്ചി കരയല്ലേ. അപ്പോഴേക്കും നവാസ് ഒന്ന് ഹോണടിച്ചു. മോളെ പോയിക്കോളി, ഉപ്പച്ചി ഹോണടിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയണില്ല. അപ്പോഴേക്കും അത് കാറിൽ കുഞ്ഞാവ ഉമ്മച്ചി വിളിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി ഓടുന്നു. മോനു, ഉപ്പച്ചിൻ്റെ കുട്ടിന് പോവല്ലേ. എന്നാൽ അപ്പോഴേക്കും അവൻ ഓടിച്ചെന്നിരുന്നു. ഉമ്മച്ചിയുടെ മടിയിൽ കയറിയിരുന്നു. ഉമ്മച്ചി മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ അതാ ഫസീലെ കൊണ്ട് ഡ്രസ്സ് ഇടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഉമ്മച്ചി മാറ്റി വാ, ഉപ്പച്ചി കാറെടുക്കുന്നുണ്ട്. അതെ, അതും കൂടി കേട്ടപ്പോൾ ഫസീലെ വിതുമ്പിക്കരഞ്ഞു. അത് കണ്ട ആ ഉമ്മയും വളരെയധികം വിഷമിച്ചു. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളിട്ടോ, പോയിക്കോളി. ഇൻഷാ അല്ലാ അമ്മച്ചി പിന്നെ കൊണ്ടുപോകട്ടെ. അമ്മച്ചി ഇനി പോരാൻ പറ്റൂലല്ലോ. അമ്മച്ചിക്ക് ഇനി പോരാൻ പറ്റൂലല്ലോ.
സങ്കടത്തോടെ വേദനയോടെ ആ ഉമ്മയും അത് പറഞ്ഞു. എന്നാൽ മക്കള് കൂട്ടാക്കുന്നേയില്ല. എന്നാൽ നവാസിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മോളു മോളു ഉപ്പച്ചിനെ കുട്ടി വന്നേ, വരി കയറി ഇരിക്ക്. മോനെ ചോറ് കഴിച്ചിട്ട് പോകാം. അതെ, ചോറൊക്കെ ഇവിടെ ഞങ്ങൾ റെഡിയാക്കിയേക്കണേ. മോനെ ചോറ് കഴിച്ചിട്ട് പോകാം, ഇനി ഈ സമയത്ത് പോകില്ലേ കേട്ടോ, ഉമ്മ നിർബന്ധിച്ചു. എന്നാൽ ഉപ്പയും മോനെ ചോറൊക്കെ ആക്കിയേക്കണ്, ഈ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആക്കിയതാണ്, ഉപ്പാൻ്റെ കുട്ടി കഴിക്കാതെ പോകല്ലേ. അതെ, ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും വേദനയോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ നവാസ് അവിടെ തന്നെ നിന്നു. കയറിയിടിക്കി, എന്താ ധൃതി, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, നിങ്ങൾ ഞങ്ങളെ മരുവൻ തന്നെയല്ലേ എത്ര ആയാലും. അതെ, എത്ര ബന്ധം പിരിഞ്ഞാലും ഞാൻ മരിക്കുവോളം ഞങ്ങൾ നിങ്ങളെ ഉമ്മയും ബാപ്പയും തന്നെ, നിങ്ങൾ ഞങ്ങളെ മോനുമാണ്. ആ രീതിയിലല്ലേ മോനെ നവാസെ, വരി. സ്നേഹത്തോടെ ആ മാതാവും പിതാവും അവനെ വിളിച്ചു. ഒരു നിമിഷം നവാസ് വിചാരിച്ചു, റബ്ബേ എൻ്റെ പുതിയ അമ്മായിമ്മ, ഓ എന്തൊരു ചീത്തയാണ് എൻ്റെ ഉമ്മയെയും എന്നെയൊക്കെ പറയുന്നത്. റബ്ബേ, ഇവരൊക്കെ ഒരു വാക്ക് പോലും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. അത് ഫസീല എങ്ങനെയൊക്കെയാണെങ്കിലും ആ ഉമ്മയും ഉപ്പ എത്ര സ്നേഹത്തിലും ബഹുമാനത്തിലാണ് ഞങ്ങളോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. അത്രക്കും അതെ, ഇത്ര സ്നേഹനിധിയായ കുടുംബമായിരുന്നു. എന്ത് ചെയ്യുക, അവളുടെ ഒരു ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ ആയി തീർന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാ, പൊന്നു മോനെ. ഉപ്പയുടെ ആ വിളി കേട്ടപ്പോൾ അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഓർമ്മ വന്നത്. ഞങ്ങളുപ്പ ഞങ്ങളെ വിട്ട് വേഗം പോയില്ലേ. എന്നാൽ ഫസീലയുടെ ഉപ്പ സ്നേഹത്തോടെ ആ ഒരു വിളി, അത് എന്നാൽ ഉമ്മ അപ്പോഴേക്കും അതാ ചോറും കറിയുമെല്ലാം ആക്കിയിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും ചിക്കൻ ഫ്രൈ ചെയ്തതും നല്ല ഉപ്പേരിയും തൈരും അച്ചാറും പപ്പടും, അങ്ങനെ നാടൻ രീതിയിലായിരുന്നു ചോറ് വെച്ചത്. അങ്ങനെ അതാ അപ്പോഴേക്കും ചോറ് വിളമ്പി. മക്കളെ കഴിക്കി. ഉമ്മ, ഇതൊന്നും എന്തിനാ ഉമ്മ? അല്ല മോനെ, അത് ഉപ്പച്ചി വരുന്ന മക്കൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ മോനെ, എൻ്റെ കുട്ടി എന്ന് വന്നത് അങ്ങോട്ട് കഴിക്കി. ഉമ്മ സ്നേഹത്തോടെ നവാസിന് വിളമ്പിക്കൊടുത്തു. മാഷാ അല്ലാ, നല്ല ടേസ്റ്റുള്ള ചോറും കറിയും. അതെ, നല്ല രീതിയിൽ നവാസ് ഭക്ഷിച്ചു, മക്കളും ഭക്ഷിച്ചു. മോളെ ഫസീല, കുറച്ചുകൂടി ചോറ് കൊണ്ടിട്ട് കൊടുക്കും മോളെ. ആ ഒരു വാക്ക് അതാ നവാസ് കേട്ടു. ഒരു നിമിഷം നവാസ് ഞെട്ടിത്തെറിച്ചു. റബ്ബേ, ഫസീല, അതെ അവൾ അകത്തുണ്ട്, പക്ഷെ എനിക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. റബ്ബേ, ഫസീല. ആ ഒരു വിളി അവൻ്റെ ചെവിയിലെങ്ങനെ വന്നലച്ചുകൊണ്ടിരുന്നു. മോളെ ഫസീല, അതെ പഴയ രീതിയിൽ പറയുന്ന പോലെ അന്ന് പുതിയാപ്പിളയായി വന്ന സമയത്ത് എന്നോട് അങ്ങനെ പറയാനുണ്ടായിരുന്നു. എന്നാൽ ഫസീന ചോറ് വിളമ്പി എന്നല്ലാതെ ആ ചോറുമായി പുറത്തേക്ക് വന്നില്ല. അവൾ വിതുമ്പി കരയുകയായിരുന്നു. ഉമ്മ. അതെ, ദയനീയമായ ഒരു വിളി. അത് നവാസ് ശരിക്കും കേട്ടു. അതെ, ഫസീലയുടെ വിളിയാണത്. ഫസീലയൊന്ന് കണ്ടാലോ, അവളോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാലോ എന്ന് തോന്നിപ്പോയി. അതെ, അവളുടെ ഉമ്മ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ നവാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, എത്രയല്ല എൻ്റെ മക്കളെ ഉമ്മന്നല്ലേ പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? എന്നാൽ ഉമ്മ അടുക്കളയിലേക്ക് എത്തി. മോനെ, അറിയാതെ ഞാൻ എൻ്റെ കുട്ടിനോട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം കേട്ടോ മോനെ, മോൻ കഴിക്ക്. ഇതാ ഉമ്മ മതി, വയറ് നിറഞ്ഞു. എൻ്റെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അവൻ തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. അത് മനസ്സ് വരുന്നില്ല, മനസ്സ് വല്ലാത്ത വേദന. ഫസീല, അവളുണ്ടല്ലോ ഇതിനകത്ത്, അവളെ ഒന്ന് കാണാൻ നവാസിൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു പോയി. ഫസീല, അതെ, എല്ലാം അറിഞ്ഞ് നീ പശ്ചാത്തപിച്ചു എന്നെല്ലാം അറിഞ്ഞു ഫസീല. അതെ, ആദ്യം ഫസീല വളരെ നല്ലവളായിരുന്നു, പിന്നീടാണ് അവളുടെ സ്വഭാവമെല്ലാം മാറി തുടങ്ങിയത്. എന്നാൽ ആ പഴയ ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഫസീല, അതെ, ആദ്യമൊക്കെ ഞാനും അവളും കൂടെ ഇങ്ങോട്ട് വന്ന ആ ഒരു രംഗം, അതെല്ലാം ഓർമ്മ വന്നു. ഒരു നിമിഷം ഫസീലയെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നാൽ പാടില്ലല്ലോ റബ്ബേ എന്ന് കരുതി അവൻ്റെ മനസ്സിലെ ആഗ്രഹം അവിടെ മാറ്റിവെച്ചു. ഉമ്മ, ഉപ്പ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. മക്കളെ, ഇത് കൊണ്ടുപോയിക്കോളി. ഉമ്മാക്കുള്ള ഉണ്ണിയപ്പം അതാ ഒരു കവറിൽ ഒരു പാത്രത്തിൽ എടുത്ത് കൊടുത്തു. മനമില്ലാ മനസ്സോടുകൂടെ നവാസ് വണ്ടിയിൽ കയറി. എന്നാൽ പൊന്നുമോൻ വിതുമ്പുന്നുണ്ടായിരുന്നു. ഉമ്മച്ചി വന്നില്ല, ഉമ്മച്ചിയെ വിളിച്ചില്ല
എന്ന് പറഞ്ഞ് അതാ വിതുമ്പി കരയുന്നു. എന്നാൽ മോളും ഉപ്പച്ചി നമുക്ക് ഉമ്മച്ചി എന്ത് കൊണ്ടുപോവാത്തത്? എനിക്ക് സൗദുമ്മാന് പേടിയാണിപ്പോ, എന്നെ ചീത്ത പറയും. മോളെ ഇൻഷാ അല്ലാ കൊണ്ടുപോവാ, മക്കൾ വരെ. എന്നാൽ നവാസും വിതുമ്പുകയായിരുന്നു. എന്നാൽ മക്കൾ വേർപെട്ടപ്പോൾ, മക്കൾ ഹൃദയത്തിൽ നിന്നങ്ങ് വേർപ്പെടുന്ന പോലെ ഫസീലക്ക് തോന്നിയപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതെ, അവളുടെ നെഞ്ചിൽ നിന്ന് പിടിച്ചു പറിച്ചു പോകുന്ന പോലെയാണ് പൊന്നു മോനെ കൊണ്ടുപോയത്. ഉമ്മച്ചി വരി, ഉമ്മച്ചിയും കൂടെ വരി എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. പക്ഷെ പാടില്ലല്ലോ. അല്ലാ റബ്ബേ, അവൾ വിതുമ്പി കരഞ്ഞു. നവാസിനും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അതെ, ആ മക്കളെ അവളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുമ്പോൾ അവൻ്റെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. മനമില്ലാ മനസ്സോടുകൂടി കരഞ്ഞുകൊണ്ട് അതാ നവാസ് കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു. മക്കൾ കരയുകയാണ് ഫസീലയ്ക്ക് വേണ്ടി. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് ഉമ്മച്ചി, ഞങ്ങൾ ഉമ്മച്ചി. എന്നാൽ നവാസ് എന്ത് ചെയ്യണമെന്നറിയാതെ നിലച്ചു പോയി. അവൻ്റെ ആ ഒരു ഹൃദയം, പഠിച്ചോനെ എന്താ റബ്ബേ ഞാൻ ചെയ്യാ? നവാസ് വിതുമ്പിക്കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.